ശ്രീ രാജു പി നായർ ഷാജി രാഘവന് മറുപടി നൽകാം. ഷാജി രാഘവൻ ആദ്യത്തെ ഒരു മറുപടി, ഈ KC വേണുഗോപാലിനെതിരായിട്ടുള്ള പരാതി അത് അജിത് കുമാറാണ് മുക്കിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ CBIയും അതിന് ഭരിക്കുന്ന നരേന്ദ്രമോദിയും പിണറായി വിജയനേക്കാൾ കഴിവ് കെട്ടവനാണ് ഷാജി രാഘവൻ അംഗീകരിക്കുന്നുണ്ടോ? അതങ്ങ് വ്യക്തമായിട്ട് അംഗീകരിച്ചോളൂ. CBI എന്ന് പറയുന്നത് കേരള പോലീസിനെക്കാളും കഴിവുകെട്ട ഒന്നാണ്. പിണറായി വിജയനെ പോലെ കഴിവുകെട്ട ഒരു ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്നും അങ്ങ് അംഗീകരിച്ചോ? അല്ല, അൻവർ അല്ലല്ലോ, നിങ്ങളല്ലേ ഇപ്പൊ KC വേണുഗോപാലിന്റെ കാര്യം പറഞ്ഞത്. മര്യാദ വേണം. നിങ്ങൾ സ്വന്തം സർക്കാരിന്റെ നരേന്ദ്രമോദി നേരിട്ട് ഭരിക്കുന്ന പേഴ്സണൽ മന്ത്രാലയത്തിന്റെ CBI പറയുന്നേക്കൂ രാജു അബ്രഹാം നിങ്ങൾ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണമാണ്. നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നല്ലോ. നിങ്ങൾ പറയുന്നത് കേൾക്കൂ. അപ്പോ അങ്ങനെ KC വേണുഗോപാലിനെതിരായിട്ടുള്ള ആരോപണത്തിൽ ഒരു കഴമ്പുമില്ല എന്ന് CBI കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു. അപ്പോ പിണറായി വിജയനേക്കാളെ കഴിവ് കെട്ടവനാണ് നരേന്ദ്രമോദി എന്ന് നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഞാനങ്ങ് അനുമാനിക്കുകയാണ്. ഞാനതിനെ അംഗീകരിക്കുന്നു. രണ്ടു പേരും തൊമ്മനും ചാണ്ടിയാണെന്നുള്ളത് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഇനി ഞങ്ങൾ അധികം ചർച്ചയിലേക്ക് പോകണ്ട, അതോടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ശ്രുതി ഒന്ന് നോക്കൂ. CPMഉം RSSഉം തമ്മിൽ എങ്ങനെയാണ് പരസ്പരം സഹായിക്കുന്നതെന്ന് ഈ ചർച്ച കണ്ട മനസ്സിലാവും. ഈ ചർച്ച ഇവിടെ ഇടതു നിരീക്ഷകൻ എന്ന് പറഞ്ഞാണ് ശ്രീ ജയന്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇടതൊന്നും വിളിക്കരുത്, പിണറായി നിരീക്ഷകൻ എന്ന് വിളിച്ചാൽ മതി. പിണറായിയുടെ രാഷ്ട്രീയം പറയുന്ന ശ്രീ ജയചന്ദ്രൻ ഈ ചർച്ചയിൽ RSSനുള്ള വടി കൊടുത്ത് നോക്കൂ. മലപ്പുറത്ത് പോലീസ് സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു മതത്തിനുണ്ടായ പ്രശ്നമാണോ? അപ്പൊ തന്നെ ഇപ്പുറത്ത് BJPയുടെ നേതാവ് ഷാജി രാഘവൻ അതിനെ എങ്ങനെയാണ് പിന്തുണച്ചതെന്ന് നോക്കൂ. നിങ്ങൾ എങ്ങോട്ടേക്കാണ് ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ സാർ പോകുന്നത്? കേരളത്തിലെ പോലീസിനകത്ത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA പോലീസിനകത്ത് നടക്കുന്ന അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് സൂചിപ്പിച്ചു. ഷാജൻ സ്കറിയയുടെ 2 കോടി രൂപ മേടിച്ചു എന്നുള്ള ആരോപണമില്ലേ? ഇല്ലേ? ബാക്കിയുള്ള എല്ലാ ആരോപണവും നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ ക്രമസമാധാന ചുമതലയിൽ ഇരുന്നുകൊണ്ട് അഴിമതിയും കൊലപാതകവും കൊള്ളിവെപ്പും ഉൾപ്പെടെയുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങൾ, ബലാത്സംഗം ഉൾപ്പെടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതൊരു മതത്തിന്റെ പേരിലേക്ക് നിങ്ങൾ ചുരുക്കിക്കെട്ടുന്നത് ബോധപൂർവം RSSന് അവർ മലപ്പുറത്തുണ്ടാക്കുന്ന ഒരു നറേറ്റീവിന് പിന്തുണ കൊടുക്കാനാണ്. തീക്കൊള്ളി കൊണ്ട് നിങ്ങൾ തലചൊറിയാണ്. നിങ്ങളൊരു കള്ളത്തലവനെ രക്ഷിക്കാൻ വേണ്ടി കേരളത്തെ ഈ വർഗീയവാദികൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് ജയേന്ദ്രമാഷെ. നിങ്ങൾ സത്യം പറഞ്ഞാൽ അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ മര്യാദയോടെ. നിങ്ങൾ ഇങ്ങനെയാണ് കേരളത്തെ വഞ്ചിക്കുന്നത്. മലപ്പുറത്തെ മുസ്ലിം പ്രദേശത്താക്കി മാറ്റി നിങ്ങൾ അവിടെ ആ മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമാക്കി മാറ്റുകയാണോ ഈ വാദങ്ങൾ മുഴുവൻ? ആണോ? എന്തൊരു മര്യാദകേടും എന്തൊരു നെറികേടുമാണ് നിങ്ങൾ കാണിക്കുന്നത് ഒരു മതേതര കേരളത്തോട്. ചെയ്യരുത്. ദയവേദി ഞാൻ പറയാണ്, ചെയ്യരുത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷെ വർഗീയതയ്ക്ക് നിൽക്കരുത്. ഇനി പിണറായി വിജയൻ ഇപ്പോ ആ ന്യൂനപക്ഷ വിരോധം പിണറായി വിജയൻ ഇപ്പൊ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഇത്രയ്ക്ക് മണ്ടനാണോ ജയേന്ദ്ര സാറെ? ഈ 2 RSSന്റെ നേതാക്കന്മാരെയും പോയി കണ്ടപ്പോ സ്പെഷ്യൽ ബ്രാഞ്ച് പിറ്റേ ദിവസം റിപ്പോർട്ട് കൊടുത്തല്ലോ. ആ റിപ്പോർട്ട് എടുത്ത് കയ്യിൽ വെച്ചല്ലോ. തന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകരുത് എന്ന് പറയുന്ന ഹൊസാബലെ എന്ന് പറയുന്ന RSSന്റെ ജനറൽ സെക്രട്ടറിയെ ഒരു RSSന്റെ നേതാവിനൊപ്പം ഔദ്യോഗിക കാർ മാറ്റിയിട്ട് രഹസ്യമായിട്ട് പോയി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ട് തന്റെ പോലീസ് സേനയ്ക്കകത്ത് RSSന്റെ സാന്നിധ്യം വരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മണ്ടനായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ശ്രീ രാജു പി നായർ. ശ്രീ ഷാജി രാഘവൻ, ഞാൻ ജയേന്ദ്രനിലേക്ക് പോകുന്നുണ്ട്. ശ്രീ ഷാജി രാഘവൻ ഒരു 10 സെക്കൻഡ് അതിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് മണ്ടത്തരമല്ല, ഇത് വളരെ കൃത്യം. ആനി രാജ പറഞ്ഞല്ലോ ഇതിനു മുമ്പ്. എത്രയോ പേര് ഇതിനകത്ത് പോലീസിന്റെ RSS സാന്നിധ്യം പറഞ്ഞു. അപ്പോഴെന്നും പോലീസ് RSSന്റെ കയ്യാളുകളായി മാറുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. ഇവർ മണ്ടനാക്കാൻ ശ്രമിച്ചാലും ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം വളരെ കൃത്യമായി
കേരളത്തിന്റെ മതേതര കേരളത്തെ വഞ്ചിച്ച് RSSന് വേണ്ടി അവർ പറയുന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു പണി ചെയ്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ.